പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് പല്ലുകൾ. ഓരോ പല്ലുകളെയും നാം ജീവനുള്ള ഒരു ഏകകം എന്നാണ് പറയാറ്. പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോൾ നമ്മൾ പല്ലുകളുടെ സംരക്ഷണം തുടങ്ങണം എന്ന ചോദ്യമാണ് ആദ്യം ഉന്നയിക്കാനുള്ളത്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപ് ഭ്രൂണാവസ്ഥയിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പല്ലുകളുടെ രൂപാന്തരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് നല്ല പല്ലുണ്ടാകണമെങ്കിൽ അമ്മമാർ ഗർഭാവസ്ഥയിൽ തന്നെ പരിചരണവും ശ്രദ്ധയും നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, പല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ എന്ന് പറയുന്നത് കാൽഷ്യവും ഫോസ്ഫറസ് പോലുള്ള മൂലകങ്ങളാണ്. അതുകൊണ്ട് അമ്മമാർ ഗർഭാവസ്ഥയിൽ കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ കൂടുതലുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴാണ് താഴെ നിരയിലുള്ള 2 പാൽപ്പല്ലുകൾ കിളിർത്തു വരുന്നത്. തുടർന്ന് അങ്ങോട്ട് 2.5-3 വയസ്സാവുന്നതോടുകൂടി നമ്മുടെ കുട്ടികളിൽ 20 പാൽപ്പല്ലുകളും രൂപാന്തരപ്പെടുന്നുണ്ട്. പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തിൽ മാതാപിതാക്കളായ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടി ജനിച്ചത് മുതൽ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമെന്ന് നമുക്കറിയാം. അമ്മിഞ്ഞപ്പാൽ കൊടുത്ത ശേഷം കുട്ടിയുടെ മോണ നനഞ്ഞ തുണിയോ കോട്ടനോ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുവാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോൾ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് പല്ലുകൾ വരുന്നതിന് മുമ്പേ തന്നെ കുട്ടി ജനിച്ചത് മുതൽ വായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നനഞ്ഞ തുണിയോ കോട്ടനോ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുവാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. 6 മാസം പൂർത്തിയാകുമ്പോഴാണ് താഴെ നിരയിലുള്ള 2 പാൽപ്പല്ലുകൾ കിളിർത്തു വരുന്നത്. പാൽപ്പല്ലുകളുടെ കുട്ടിയുടെ വായിൽ വരുന്നത് മുതൽ കുട്ടിയുടെ പല്ലുകൾ അമ്മമാർ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിന് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നനഞ്ഞ തുണിയോ കോട്ടനോ ഉപയോഗിച്ച് ആ പല്ലുകൾ വൃത്തിയാക്കണം. ഫിംഗർ ബ്രഷ് ഇന്ന് വിപണിയിൽ സുലഭമാണ്. അമ്മയുടെ കൈവിരൽ ഫിംഗർ ബ്രഷ് ഇട്ട് കുട്ടിയുടെ പല്ലുകൾ നമുക്ക് വൃത്തിയാക്കാൻ കഴിയും. തുടർന്ന് അങ്ങോട്ട് 2 വയസ്സാകുമ്പോൾ നമുക്കറിയാം, കുട്ടിക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു പ്രായം. ബ്രഷിംഗ് രീതി തന്നെ കുട്ടിക്ക് പരിപാലിക്കാം. അതുവരെ നമുക്ക് പീഡോ ബ്രഷുകൾ ഉപയോഗിച്ച് രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളുടെ ഓരോ പല്ലുകളും, ഞാൻ നേരത്തെ പറഞ്ഞു 2.5 മുതൽ 3 വയസ്സാകുമ്പോൾ ഈ മുഴുവൻ പാൽപ്പല്ല് 20 പാൽപ്പല്ലുകളും മിൽക്ക് ടീത്ത് എന്നാണ് പറയുന്നത്. നല്ല വെളുത്ത നിറമാണ് ഈ പാൽപ്പല്ലുകൾക്കുള്ളത്. ഈ പാൽപ്പല്ലുകൾ 2 വയസ്സാകുന്നവരെ രക്ഷിതാക്കൾ പീഡോ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷിംഗ് അവരുടെ പരിശീലിപ്പിക്കൽ അല്ലെങ്കിൽ അമ്മമാർക്ക് തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ്. കുട്ടികൾ 2 വയസ്സാകുമ്പോഴാണ് തുപ്പുന്ന പ്രായം. കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു പ്രായം എന്ന് പറയുന്നത് 2 വയസ്സാണ്. അപ്പോൾ 2 വയസ്സാകുമ്പോൾ ശാസ്ത്രീയമായ ബ്രഷിംഗ് രീതി നമ്മുടെ കുട്ടികളെ പരിപാലിക്കാൻ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. നമ്മൾ ബ്രഷിംഗ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെ അതേ സമയം തന്നെ അവരെ ബ്രഷിങ്ങിൽ തൽപരരാക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേക പീഡിയാട്രിക് ബ്രഷുകളുണ്ട്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ബ്രഷ് ചെയ്യാൻ ചിലപ്പോൾ ഒരു മടിയാണ് ചെറിയ പ്രായത്തിൽ. അപ്പോൾ അതിൻ്റെ കൈപ്പിടിയിലൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെയുള്ള ബ്രഷുകൾ ഇന്ന് വിപണിയിൽ സുലഭം. അത്തരം ബ്രഷുകൾ കൊണ്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക. ചെറിയ കുട്ടികൾക്ക് നമുക്ക് റൗണ്ട് വൃത്താകൃതിയിൽ ബ്രിസിൽസ് ചലിപ്പിച്ച് പാൽപ്പല്ലുകളുടെ എല്ലാ ഭാഗത്തും ബ്രഷ് എത്തുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 6 വയസ്സാകുന്നവരെ, സ്കൂൾ വിടുന്ന പ്രായമാവുന്നവരെ കുട്ടികളുടെ പല്ല് തേപ്പിൻ്റെ ഒരു ഉത്തരവാദിത്തം കുട്ടികൾ 2 വയസ്സ് മുതൽ കുട്ടികൾ സ്വയം പരിശീലിപ്പിക്കാം. 6 വയസ്സ് വരെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രി നിർബന്ധമായും ബ്രഷിംഗ് പരിപാലിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവെ നമുക്ക് കുട്ടികൾക്കറിയാം, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്ന മധുര പലഹാരങ്ങളും ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡ്, ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർ ഭക്ഷണം നമ്മുടെ രക്ഷിതാക്കളോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അവരെ പൂർണ്ണമായും ആ ഭക്ഷണക്രമത്തിൽ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. എന്നിരുന്നാലും നമ്മളുടെ ഭക്ഷണക്രമത്തിൽ ചിട്ട ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിന് രക്ഷിതാക്കൾ ബോധപൂർവമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തുന്നത് നന്നായിരിക്കും. കുട്ടികൾക്ക് കൂടുതൽ നമ്മുടെ പഴയ തലമുറ നമുക്കറിയാം, നമ്മൾ റിഫൈൻഡ് ഫുഡ്സ് വെച്ചാൽ ഇപ്പോൾ സംസ്കൃത പഞ്ചസാരയുടെ ഉപയോഗം കൂടുതൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ. പക്ഷേ മുമ്പ് കാലത്ത് നമ്മൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ സംസ്കരിക്കാതെ തന്നെ കഴിക്കുന്നൊരു ശീലമായിരുന്നു നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോ ബേക്കറി ഐറ്റം ആയാലും ഐസ്ക്രീം ആയാലും ശീതള പാനീയങ്ങളായാലും അങ്ങനെ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റം നമ്മുടെ അടുക്കളയൊക്കെ ചുരുങ്ങി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ രാത്രി ഭക്ഷണം ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളും അത്തരം ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. അത് അവരുടെ പല്ലുകളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ നമ്മൾ കൂടുതൽ മലക്കറികൾ, പച്ചക്കറികൾ, ഇലക്കറികൾ അങ്ങനെയുള്ള കൂടുതൽ, അതോടൊപ്പം
ക്യാരറ്റ്, നെല്ലിക്ക, നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോൾ ഭക്ഷണം കഴിച്ചാലും വായ നല്ലപോലെ കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ ഈ പാൽപ്പല്ലുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ട്. പാൽപ്പല്ലുകൾ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, പിന്നീട് സ്ഥിരദന്തങ്ങൾ വരുമല്ലോ എന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ പാൽപ്പല്ലുകൾക്ക് കൊഴിഞ്ഞു പോകുന്നതിന് കൃത്യമായ ഇടവേളകളുണ്ട്. ഓരോ പല്ലുകളും പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് കൃത്യമായ ഇടവേളകളുണ്ട്. ആ പ്രായത്തിൽ മാത്രമേ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകാൻ പാടുള്ളൂ. പാൽപ്പല്ലുകൾ നേരത്തെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നീട് സ്ഥിരദന്തങ്ങളുടെ ആരോഗ്യവും പ്രത്യേകിച്ച് അവരുടെ നിരതെറ്റിയ പല്ലുകൾ വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. പാൽപ്പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ നല്ല ശ്രദ്ധ വേണം. കുട്ടികൾക്ക് ശാസ്ത്രീയമായ ബ്രഷിംഗ് രീതി പരിപാലിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണം എപ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോൾ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ ഭക്ഷണം കിട്ടിയാലും കഴിക്കുന്ന ശീലമുള്ളവരാണ്. അതുകൊണ്ട് എപ്പോൾ ഭക്ഷണം കഴിച്ചാലും വായ നല്ലപോലെ കഴുകി വൃത്തിയാക്കാനുള്ളൊരു ശീലം കുട്ടികളെ പരിശീലിപ്പിക്കുക. ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റ്സിൻ്റെയും മധുരപലഹാരങ്ങളൊക്കെ കഴിക്കുന്ന പരമാവധി കുറക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശീലം ഭക്ഷണക്രമത്തിൽ വരുന്നതിന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്ക് നല്ല സ്ഥിരതകൾ ഉണ്ടാവണമെങ്കിൽ പാൽപ്പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനം ബ്രഷിംഗ് രീതിയാണ്. കുട്ടികൾക്ക്, അതായത് പലപ്പോഴും കുട്ടികൾ, നമ്മുടെ രക്ഷിതാക്കൾ പറയും കുട്ടികൾ ബ്രഷ് ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ അത് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുന്നുള്ളൊരു ശീലം കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് നാം തയ്യാറാകണം. ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്, കുട്ടി 2 വയസ്സായ മുതൽ കുട്ടി സ്വന്തമായി ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ശരിയായ രീതിയിൽ ബ്രഷുകളുടെ ചലിപ്പിക്കുന്നു. ബ്രിസിൽസാണ് നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളെ നീക്കുന്നത് പല്ലിൽ നിന്നും. പേസ്റ്റ് ഒരു മാധ്യമം മാത്രമാണ്. അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾക്കൊരു ദുശീലം എന്ന് പറയുന്ന പേസ്റ്റ് ചിലപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ ബ്രിസിൽസിൽ മുഴുവനായിട്ട് നമ്മൾ എടുത്തു കൊടുക്കും. അത്ര ആവശ്യമില്ല. ഒരു പയറുമണിയുടെയോ കടലയുടെയോ വലുപ്പത്തിലുള്ള പേസ്റ്റ് മാത്രം എടുത്താൽ മാത്രം മതി. അത് ബ്രിസിൽസിലേക്കൊന്ന് അമർത്തി വെക്കാൻ വേണ്ടി കുട്ടികളെ ചെറിയ പ്രായത്തിന് പറഞ്ഞ് മനസ്സിലാക്കുക. ബ്രഷിങ്ങിൻ്റെ ചലിപ്പിക്കുന്ന രീതി ചെറിയ കുട്ടികൾക്ക് നമുക്ക് ശാസ്ത്രീയമായ രീതി ഉണ്ടെന്ന്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ റൗണ്ട് വൃത്താകൃതിയിൽ പല്ലുകളിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം മോണ ഒന്ന് മസാജ് ചെയ്യുന്ന ശീലം കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നന്നായിരിക്കും. ബ്രഷിങ്ങിന് ശേഷം മോണ മസാജ് ചെയ്യുന്ന ശീലം കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും നല്ലതായിരിക്കും. കുട്ടികൾക്ക് പീഡോ ബ്രഷുകൾ, ചെറിയ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു 6 മാസമുള്ള കുട്ടികൾക്ക് ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് അമ്മമാർക്ക് പല്ലുകൾ വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പല്ലുകൾ രൂപാന്തരപ്പെടുന്നതിന് മുൻപ് അമ്മയുടെ കുട്ടി ജനിച്ച ഉടനെ തന്നെ, അമ്മിഞ്ഞപ്പാൽ കൊടുത്ത ഉടനെ തന്നെ ദന്ത സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ രക്ഷിതാക്കളും മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മ ശ്രദ്ധിക്കുക. 2 വയസ്സ് മുതൽ ഈ കുട്ടിക്ക് പല്ല് വന്നത് മുതൽ ബ്രഷിങ്ങിൻ്റെ പരിപാലന ശ്രദ്ധ കാര്യത്തിൽ അമ്മയും അച്ഛനും ശ്രദ്ധിക്കുക. 2 വയസ്സ് മുതൽ ശാസ്ത്രീയമായ ബ്രഷിംഗ് രീതി അവരെ പരിപാലിക്കുക. 6 വയസ്സ് വരെ ദന്ത സംരക്ഷണത്തിന് ഉത്തരവാദിത്തം രക്ഷിതാക്കൾ എടുക്കുക. 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെ നമുക്കറിയാം കുട്ടികളുടെ വായിൽ പാൽപ്പല്ലുകളും ഉണ്ടാകും. 6 വയസ്സാകുമ്പോൾ ആദ്യത്തെ അണപ്പല്ല് സ്ഥിരദന്തം വായിൽ രൂപാന്തരപ്പെടുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 6 വയസ്സ് രൂപാന്തരപ്പെടുമ്പോൾ ഈ പാൽപ്പല്ലുകൾക്ക് പിറകിലായി ആദ്യത്തെ സ്ഥിരദന്തം രൂപാന്തരപ്പെടുന്നുണ്ട്. പലപ്പോഴും അവർ രക്ഷിതാക്കൾ തെറ്റിദ്ധരിക്കും, ഇത് പാൽപ്പല്ലാണോ, പൊഴിഞ്ഞു പോകേണ്ട പാൽപ്പല്ലാണോ അല്ല സ്ഥിരദന്തമാണോ എന്ന ഒരു തെറ്റിദ്ധാരണ രക്ഷിതാക്കളുണ്ട്. മിക്സഡ് ഡെന്റീഷൻ എന്നാണ് നമ്മൾ ശാസ്ത്രീയമായി പറയുന്നത്. പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും കൂടെയുള്ളൊരവസ്ഥയാണ് 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിൽ നല്ല സംരക്ഷണം പല്ലുകളുടെ ബ്രഷിംഗ് കാര്യത്തിൽ ഉൾപ്പെടെ ആരോഗ്യകരമായ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടെ നല്ല ശ്രദ്ധയും പരിചരണവും കുട്ടികൾക്ക് നൽകാൻ തയ്യാറാകണം.